ഇന്ത്യ വമ്പൻ മിസൈലുകൾ നിർമ്മിക്കുന്നതൊക്കെ നമുക്ക് സ്ഥിരം വാർത്തയാണ് ഇപ്പോൾ. പക്ഷേ ഇറാനിട്ട് പണിയെടുക്കാനായിട്ട് ഇസ്രയേൽ ഒരു വൻപൻ മിസൈൽ ആദം എന്നാണ് പേരിട്ടിരിക്കുന്നത് അല്ലേ? ആരോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആരോ എന്ന് പറയുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ, അതായത് ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വേഗതയുള്ള അതീവമായ പ്രഹരശേഷിയുള്ള ഒരു മിസൈൽ. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകതയിലേക്ക് നമുക്ക് പോകാം. ഏത് ഹൈപ്പർസോണിക് മിസൈലിനെയും തടഞ്ഞു നിർത്താനും നശിപ്പിക്കാനും കഴിയുന്ന ഒരു മിസൈലാണ്. ഇതും ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. പക്ഷെ മറ്റ് ഹൈപ്പർസോണിക് മിസൈലുകളെ തടഞ്ഞു നിർത്താനും പ്രതിരോധിക്കാനും കഴിയുമെന്നുള്ളതാണ്. ആരോ 4 ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്നാണ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് CEO പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധത്തിന് സ്വാഭാവികമായിട്ടും അതൊരു മുതൽക്കൂട്ടാണെന്ന് പ്രത്യേകം പറയേണ്ടതൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഭീഷണി എന്താണെന്ന് നോക്കാം. ചൈനയുടെ DF-ZF, റഷ്യയുടെ അവാൻഗാർഡ് തുടങ്ങിയ ഹൈപ്പർസോണിക് മിസൈലുകൾ മാക് 5, അതായത് മണിക്കൂറിൽ 6174 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ മിസൈലുകൾക്ക് വായുവിൽ ദിശ മാറ്റാനും കഴിയും. അവ താഴേക്ക് പറക്കുകയും ചെയ്യും. ഇത് പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. പരമ്പരാഗതമായിട്ടുള്ള ബലിസ്റ്റിക് മിസൈലുകൾ നേരായ പാതയിലൂടെ മാത്രമാണ് സഞ്ചരിക്കുക. അതിനൊരു ദിശമാറ്റം സാധ്യമല്ല. പക്ഷേ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ഇത് പ്രത്യേകം ഉള്ള ഒരു കഴിവാണ്. അതാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അമേരിക്കയുടെ പാട്രിയറ്റ് PAC-3 താഡ്, റഷ്യയുടെ S-400 തുടങ്ങിയിട്ടുള്ള മുൻ സംവിധാനങ്ങൾക്ക് ഹൈപ്പർസോണിക് മിസൈലുകളെ ട്രാക്ക് ചെയ്ത് നശിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഹൈപ്പർസോണിക് മിസൈലുകൾ വളരെ വേഗതയുള്ളത് കൊണ്ട് തന്നെ പ്രതികരിക്കാനുള്ള സമയം വെറും സെക്കൻഡുകളായിട്ട് അവിടെ മാറുന്നുണ്ട്. ഇത് നിലവിലുള്ള റഡാറുകളും ഇൻ്റർസെപ്റ്ററുകളും പരാജയപ്പെടാനുള്ള കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഫത്ത-1 ഹൈപ്പർസോണിക് മിസൈലാണ് ഉപയോഗിച്ചതായിട്ട് ഇറാൻ അവകാശപ്പെട്ടത്. ഏറ്റവും കൂടുതൽ മിസൈൽ ശേഖരമുള്ള ഒരു രാജ്യം ഇറാനാണ്. പക്ഷെ അതിനൊന്നും എന്താ പറയുക, അവരെ തകർക്കാൻ, അതായത് ഇസ്രായേലിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും മാക് 5ൽ കൂടുതൽ വേഗതയിലാണ് ഈ ഫത്ത-1 ഹൈപ്പർസോണിക് മിസൈൽ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഹൈപ്പർസോണിക് ശേഷിയെയും ഫലപ്രാപ്തിയെയും കുറിച്ച് ചർച്ചകൾ ഇതിനകം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് പൂർണ്ണമായിട്ടും തന്ത്രപരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ആരോ 4ൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പറയുന്നത് പോലെ തന്നെ IAIയുമായിട്ടും US മിസൈൽ ഡിഫൻസ് ഏജൻസിയുമായിട്ടും സഹകരിച്ചിട്ടാണ് ആരോ 4 വികസിപ്പിച്ചത്. ആരോ 2ന് പകരമായിട്ട് ഇത് പ്രവർത്തിക്കും. കൂടാതെ ആകാശത്തിനകത്തും പുറത്തും മിസൈലുകളെ തടയാനും കഴിയും. മറ്റ് സവിശേഷതകൾ ഇത്തരത്തിലാണ്. വേഗത്തിലുള്ള പ്രതികരണമുണ്ട്. അതായത് നൂതന സെൻസറുകളും ഒക്കെ ഉപയോഗിച്ച് ഇതിന് ഹൈപ്പർസോണിക് മിസൈലുകളെ ലക്ഷ്യമിടാനായിട്ട് കഴിയും. അടുത്തത് ഷൂട്ട് ലുക്ക് ഷൂട്ട് എന്ന് പറയും. ഇതിന് മിസൈലിനെ ലക്ഷ്യമാക്കി അതിൻ്റെ പാത മാറ്റാൻ കഴിയും. വീണ്ടും അതിനെ ചെന്ന് ആക്രമിക്കാനും കഴിയും. പിന്നെ ഉള്ളത് ചെലവും ഉൽപാദനവുമാണ്. നിരവധി മിസൈലുകളുടെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുന്ന തരത്തിൽ ഇത് വില കുറഞ്ഞതും വലിയ തോതിലുള്ളതുമാക്കി മാറ്റുന്നുണ്ട്. വലിയ പ്രഹരശേഷിയും ഉള്ളതാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ ആരോ 4ൻ്റെ പരീക്ഷണം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഭീഷണിയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്ന് കൂടിയുള്ളൊരു മുന്നറിയിപ്പ് കൂടി, അതൊരു പക്ഷേ ഇറാനുള്ള മുന്നറിയിപ്പായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അങ്ങനെ പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ സഖ്യങ്ങൾക്കും ഈ സംവിധാനം ഉപയോഗപ്രദമാകുമെന്നാണ് പറയുന്നത്. ഇതിന് വലിയ രീതിയിൽ അന്താരാഷ്ട്ര താല്പര്യം, ഇതവർ നിർമ്മിക്കാൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ അന്താരാഷ്ട്ര താല്പര്യം കൂടുതലാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതിനകം തന്നെ ആരോ 3 ജർമ്മനി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജർമ്മനി ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് ഈ ആരോ 4ൻ്റെ വരവിന് വേണ്ടിയിട്ടാണ്. യൂറോപ്യൻ സ്കൈ ഷീൽഡ് ഇനീഷ്യേറ്റീവിന് കീഴിൽ വേഗതയുള്ളതും സ്മാർട്ട് മിസൈലുകളിൽ നിന്നും സംരക്ഷിക്കേണ്ടത് ഇതിൻ്റെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇതിൻ്റെ മോഡുലാർ ഡിസൈൻ പല രാജ്യങ്ങളുമായിട്ടും അത് സംയോജിപ്പിക്കുന്നതൊക്കെ എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിക്കിടയിൽ ആരോ 4 ആധുനിക യുദ്ധത്തിനുള്ള ഒരു പ്രധാന ആയുധമായി മാറുമെന്നത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഈ ഒരു ആരോ 4ന് വേണ്ടി ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇതായിട്ട് എന്താ പറയുക, എനിക്കൊരു ചിരി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാനുള്ള നൈസായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. വരുന്നുണ്ട് മോനെ, നീ ഇനി അടങ്ങിയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം വരെ ഇറാൻ പറഞ്ഞത്, ഖൊമേനി പറഞ്ഞതും എന്താണ്, ഞങ്ങൾ ഇനിയും ആക്രമിക്കും,
എന്ന് തന്നെയാണ്. ആ ആക്രമിക്കും എന്ന് പറയുന്നതിനുള്ള ഒരു മറുപടി കൂടിയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു മിസൈലിൻ്റെ പ്രവർത്തനവുമായി അല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടി മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് ഇസ്രായേൽ അതിനുള്ള തിരിച്ചൊരു മറുപടി നൽകിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇറാനിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന വലിയ ടെക്നോളജി ഒന്നും കയ്യിലില്ല, പക്ഷേ വ്യാപകമായ ആക്രമണമാണ് നടത്താറുള്ളത്. ഇപ്പോൾ പ്രജിത് പറഞ്ഞ പോലെ തന്നെ ആയിരക്കണക്കിന് മിസൈലുകൾ അവരുടെ സംഭരണ ശേഷിയിലുണ്ട്. അത് തന്നെ ഈ തന്ത്രം തന്നെയാണല്ലോ അവർ ഇത്രയും നാൾ പയറ്റിക്കൊണ്ടിരുന്നത്. വലിയ ടെക്നോളജി ഉള്ളതോ ഹൈപ്പർസോണിക്കോ സൂപ്പർസോണിക്കോ ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഉള്ള മിസൈലുകൾ എന്ന് പറയുന്നത് കനത്ത ആക്രമണം നടത്താൻ കഴിയുള്ളത് ആണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരുമിച്ച് 10,000 മിസൈൽ വേണമെങ്കിൽ അയക്കാനുള്ള ഒരു കഴിവ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട്. വലിയ സൈനിക ശേഷിയുണ്ട്. അവരുടെ സൈനിക ശേഷിയെ പറ്റിയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അവരുടെ ഈ പറയുന്ന പ്രത്യേക സൈന്യം, ഖമനയുടെ സൈന്യമൊക്കെ ഉണ്ടല്ലോ, ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഒക്കെ. അപ്പോൾ ഈ പറയുന്ന സൈന്യങ്ങളും ഈ പറയുന്ന വിഭാഗങ്ങളും അർദ്ധസൈനിക വിഭാഗങ്ങളും എല്ലാം തന്നെ കരുത്തുറ്റ ഒരു ടീമാണ്. അപ്പോൾ ഒരു കൺവെൻഷണൽ വാർഫെയറിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ മിസൈൽ വാർ നിൽക്കുകയുള്ളൂ. മിസൈൽ വാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൺവെൻഷണൽ വാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കടന്നാൽ കൂടിയും ഇസ്രായേലിനേക്കാൾ വലിയ ഒരു സൈനിക കരുത്ത്, ഈ പറയുന്ന സൈനിക കരുത്തെന്നല്ല, സൈനിക ശേഷി, ഇസ്രായേലിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന സൈനിക ശേഷിയുള്ള രാജ്യമാണ്. അപ്പോൾ അതിനെ തടയണമെങ്കിൽ, അതിന് ബദലുണ്ടാക്കണമെങ്കിൽ ദിനം തോറും കൂടുതൽ കരുത്താർജിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇല്ലെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെടും. അപ്പോൾ ഇസ്രായേലിന് ഈ പറയുന്ന ലാസ്റ്റ് വാർ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്, അവസാനത്തെ യുദ്ധം ആ രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഇറാൻ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, എങ്ങനെ ഇസ്രായേലിനെ തകർക്കുക എന്ന്. അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ദിവസവും അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ എന്നും രാഗി മൂർച്ച കൂട്ടുന്ന ആയുധമായിട്ട് ഇസ്രായേൽ സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത പക്ഷം ഇസ്രായേലിന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കരുത്തുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഒരു സ്വാർത്ഥ രാജ്യമല്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രത്യേകത. ആഗോള ഭീകരതയ്ക്കെതിരെ, ആഗോള തലത്തിൽ ഈ ലോകമാകെ നേരിടുന്ന ഭീകരതയ്ക്കെതിരെ കരുത്ത് പകരാനായിട്ട് ഈ പറയുന്ന ആയുധം എല്ലാവർക്കും, സഖ്യങ്ങൾക്ക് എല്ലാവർക്കും നൽകും. ഇന്ത്യക്കും സ്വാഭാവികമായിട്ട് നൽകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇസ്രായേലിന് അറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന അക്രമി രാഷ്ട്രത്തിൻ്റെ സ്വഭാവം. ഇറാൻ കഴിഞ്ഞാൽ അടുത്ത് ഇസ്രായേലിനെതിരെ നിൽക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം പാകിസ്ഥാനാണ് എന്നുള്ളത് കൊണ്ട് വലിയ തോതിൽ ഇന്ത്യക്ക് ഈ പറയുന്ന ആയുധ സഹായം ചെയ്യാൻ ഇസ്രായേലിന് സന്തോഷമേ ഉള്ളൂ. അവരിങ്ങോട്ട് കാണിക്കുന്ന സ്നേഹത്തിനെ പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മളത് ആ നിലപാടിലേക്ക് എത്തണമെന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ഈ പൂർണ്ണമായിട്ടും ഇസ്രായേലിനോട് യോജിക്കുക, 100% അവരുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം, കാലത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യ ചെയ്യേണ്ടത്. അപ്പോൾ വരുന്ന ഭാവിയിൽ അങ്ങനെ ഉണ്ടാകുമായിരിക്കും. എന്തായാലും ആരോ എന്ന് പറയുന്ന ഈ പറയുന്ന പുതിയ ആയുധം അതിൻ്റെ എല്ലാ കരുത്തോടും കൂടി വരുമ്പോൾ ലോക ഭീകരതയ്ക്ക് തന്നെ ഒരു മറുപടിയാകും അല്ലേ? ഉറപ്പായിട്ടും. ഇപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെ അടുത്ത ഭീഷണി ഇസ്രായേലിന് പാകിസ്ഥാനാണ് എന്നുള്ളതാണ്. ഒരു മാധ്യമത്തിന് നൽകുന്ന ഇൻ്റർവ്യൂവിൽ അത് കൃത്യമായിട്ട് നെതന്യാഹു പറയുകയും ചെയ്യുന്നുണ്ട്. ആണവ ശേഷിയുള്ള ഇസ്ലാം, അതായത് മതഭരണകൂടം ഭരിക്കുന്ന രാജ്യം, അതാണ് ഇസ്രായേലിനുള്ള അടുത്ത ഭീഷണി. അത് അടുത്തത് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അത് പലതവണയായിട്ട് പുറത്ത് പറയുക കൂടി ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളോട് അടക്കം അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഞങ്ങൾക്ക് ആണവായുധമുണ്ട്, ഞങ്ങളത് പ്രയോഗിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയോട് അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലിന് അറിയാം, അത് ആ രാജ്യം പിറന്നു വീണ നാൾ മുതൽ അവർ പൊരുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്കറിയാം ആരൊക്കെ ആയിരിക്കാം അടുത്തത്. അവർക്ക് അങ്ങനെ തന്നെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി, ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്.